വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. സ്വാതി മിസ് ആണ്. നിങ്ങളിത് ഹിന്ദി പബ്ലിക് എക്സാം എഴുതാൻ ഇങ്ങനെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നന്നാക്കി പഠിച്ച് വെക്കണം. കാരണം മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, എത്രത്തോളം ഡെപ്തിലായിരിക്കും, ഇനി ചിലപ്പോൾ ഈസി ആണോ എന്താണെന്ന് പറയാൻ പറ്റൂല. സോ വെൽക്കം 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 ബാക്ക് ടു എജുപോർട്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളിപ്പോൾ നന്നാക്കി പഠിക്കുന്ന ഒരു ടൈമാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാപ്റ്ററിന്റെ ഈസി സമ്മറി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ മിസ് ആ ചാപ്റ്ററിന്റെ സമ്മറി ഒന്ന് സെറ്റ് ചെയ്ത് തരാം. ഏത് ചാപ്റ്റർ ആണ്? ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. ഓക്കെ, ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത, ആലോക് ദൻവ എഴുതിയിട്ടുള്ള കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിസ്സിന് തോന്നുന്നത് ഒരു 90% അല്ലെ, ഒരു 90%വും ഈ ചാപ്റ്റർ സമ്മറി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ്. അതായത് ആസ്വാദൻ ടിപ്പണി. ഓക്കെ ആണല്ലോ? അപ്പൊ ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നന്നാക്കി പഠിക്കണം. ഈ ചാപ്റ്ററിനകത്തെ ഇമ്പോർട്ടന്റ് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മിസ് വേറെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് സഹി മിലാൻ കരെ ക്വസ്റ്റ്യൻസും പിന്നെ എന്താണ് സമാന ആശയ വാലി പംക്തിയാൻ ചുൻകർ ലിഖേ ക്വസ്റ്റ്യൻസും ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ പോയിട്ട് കാണുക. ഓക്കെ ആണല്ലോ? സോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു ഈസി സമ്മറി, ഓക്കെ, കവിതയുടെ ആശയമാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പൊ നോക്കിയോളൂ. ശ്രീ ആലോക് ദൻവ കി കവിത ഹേ ചൗക്ക്. എന്താണ് ആസ്വാദൻ ടിപ്പണി എഴുതുമ്പം ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് കവിയെ കുറിച്ചിട്ടാണ്, ആരെഴുതിയിട്ടുള്ളതാണ് അല്ലെ. ആ കവിയെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു വരി എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിട്ട് എഴുതി വെക്കുക, കാരണം മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പം ആദ്യം തന്നെ ആലോക് ദൻവ എഴുതിയിട്ടുള്ള കവിതയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ इसमें कवि सूचित करना चाहते हैं कि बचपन में हमें जो प्यार और अच्छाई का अनुभव मिलता है वह जीवन के अंत तक हमारे साथ रहता है. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കവി ഈ കവിതയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചാഹത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ബച്പൻ മേ ഹമേ ജോ പ്യാർ ഓർ അച്ചായി കാ അനുഭവം മിൽത്താ ഹേ. അതായത് കുട്ടിക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ. കുട്ടിക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അത് ജീവൻ കെ അന്ത് തക് ഹമാരെ സാത്ത് രഹ്താ ഹേ, അല്ലെ, ജീവിത അവസാനം വരെ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് കവി പറയുന്നത്. ഓക്കെ, അടുത്തേ നോക്കിയോ. കവി കെ ബച്പൻ മേ വേ കുച്ച് സ്ത്രീയോം കെ സാത്ത് സ്കൂൾ ജാത്തേ ഥേ. കവിയുടെ കുട്ടിക്കാലത്ത് കവി കുറച്ച് സ്ത്രീകളുടെ കൂടെ ആയിരുന്നു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഉൻഹോനെ, അവരാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കവി കോ ചൗക്ക് പാർ കർനാ സിഖായ. കവിയെ ജംഗ്ഷൻ മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കവി കി മാം അപ്നെ ബേട്ടെ കോ ഉസ്കെ സാത്ത് സ്കൂൾ ഭേജ്തി ഥി. കവിയുടെ അമ്മ അവരുടെ കൂടെയാണ് കവിയെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഭേജ്തി ഥി, ഭേജ്തി എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ് മീനിങ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കിയോളൂ. കുച്ച് ദിനോം കെ ബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കവി സ്വയം സ്കൂൾ ജാനേ ലഗേ, അല്ലെ, സ്വയം തനിയെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിർ ഉൻഹേ കുച്ച് ദോസ്ത് മിൽ ഗയേ. അതിനുശേഷം അദ്ദേഹത്തിന് കുറച്ച് കൂട്ടുകാരെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. വേ ഉൻകെ സാത്ത് ജാനേ ലഗേ, അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഓക്കെ, നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാണ്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പിന്നെ ആ ഫ്രണ്ട്സിന്റെ കൂടെ കമ്പനിയാവും, അവരുടെ കൂടെ പുറത്തു പോകാനും വരാനും ഒക്കെ തുടങ്ങും. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പിന്നീട് എന്താണ്? കവി കാ സ്കൂളി ജീവൻ സമാപ്ത ഹോ ഗയാ. കവിയുടെ സ്കൂൾ ജീവിതം അവസാനിച്ചിരിക്കുകയാണ്. അബ് ഖരീബ് 20 വർഷ ചലേ ഗയേ, അതായത് 20 വർഷം കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, സ്കൂൾ ജീവിതം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അബ് വി വേ ബഡേ ഷഹർ കെ കിസി ചൗക്ക് സേ ഗുസർത്തെ ഹേ തോ ഉൻഹേ ഉൻ സ്ത്രീയോം കി യാദ് ആതി ഹേ. അപ്പം 20 വർഷത്തിന് ശേഷം കവി ഒരു ജംഗ്ഷൻ മുറിച്ച് കടക്കുകയാണല്ലേ. അതുപോലത്തെ ഒരു ജംഗ്ഷൻ മുറിച്ച് കടക്കുന്ന സമയത്ത് കവിക്ക് ആ സ്ത്രീകളുടെ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. പണ്ടത്തെ കാര്യം, 20 വർഷം മുൻപുള്ള കാര്യം കവി ഓർക്കുകയാണ്. ഓക്കെ, അടുത്തേ നോക്കിയോ. കരീബ് 20 വർഷ പഹലെ കി സ്മൃതിയാം ഉൻകെ മൻ മേ ആ ജാതി ഹേ. 20 വർഷം മുൻപുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടോ, വേ അപ്ന ദായാം ഹാത്ത് ഉൻ സ്ത്രീയോം കി ഓർ ബഡാ ദേത്തേ ദേ ബായേം ഹാത്ത് മേം സ്ലേറ്റ് വി സംഭാൽത്തേ ദേ. എന്താ പറഞ്ഞിരിക്കുന്നത്? വലത് കൈ കവി ആ സ്ത്രീകൾക്ക് നേരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഇടത് കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു സ്ലേറ്റിന് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത്, അല്ലെ, കെട്ടിപ്പിടിച്ച് കൈ പിടിക്കാറുണ്ടായിരുന്നു. പിന്നീടോ, ഇത്നേ സാലോം കെ ബാദ് ബി ഉൻ മഹിളാओं की यादें कवि के मन में बनी हुई है.
എന്താ പറഞ്ഞിരിക്കുന്നേ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ മഹിളകളുടെ അല്ലെ ആ സ്ത്രീകളുടെ ഓർമ്മ കവിയുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. ഉൻകാ മൻ കൃതജ്ഞതാ സേ ഭർ ജാതാ ഹേ. അദ്ദേഹത്തിന്റെ മനസ്സ് കൃതജ്ഞത കൊണ്ട് എന്താണ് നിറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? വെരി ഈസിലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് മിസ് ഇവിടെ ആസ്വാദന ടിപ്പണി കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്, അതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് അതിന്റെ മലയാളവും കൂടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെഡി ആണല്ലോ? വീഡിയോ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്തോ, വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. 2 പേജും അല്ലെ ഹിന്ദി മിസ് കൊടുത്തിട്ടുള്ളതും ഈ മലയാളവും ജസ്റ്റ് ഒന്ന് ഫോണിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഫോൺ ഗാലറിയിൽ നോക്കാൻ എളുപ്പമാണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്ത് വീഡിയോ ഒക്കെ കണ്ട് കുറെ കഷ്ടപ്പാടല്ലേ. സോ പെട്ടെന്ന് കുറച്ച് സമയമുള്ളൂ പഠിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. റെഡി ആണല്ലോ മക്കളെ? ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഷുവർ ആയിട്ടും മിസ് പറയാണ് ഈ ക്വസ്റ്റ്യൻ നല്ല ചാൻസ് ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. സോ അടിപൊളിയാക്കി പഠിക്കുക. ഓക്കെ മക്കളെ? സെറ്റ് ആണല്ലോ? അപ്പം അടിപൊളിയാക്കി പഠിക്കുക. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിന്. മിസ് ഇതേ ഓരോ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റർ സമ്മറിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ടും കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡിയാണ്? സോ മക്കളെ അടുത്ത വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നുണ്ട്. സോ അതുവരെ ബൈ ബൈ ബൈ. സി യു. യെസ് മക്കളെ, താങ്ക് യു.